സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് 1948 മെയ് മാസത്തിൽ WHO നടത്തിയ തങ്ങളുടെ ആദ്യത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരം 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7-ാം തീയതി ലോകരാജ്യങ്ങൾ വേൾഡ് ഹെൽത്ത് ഡേ ആയി ആചരിച്ചു വരികയാണ്. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നതാണ് ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം. മരുന്നുകളെയും ചികിത്സാ രീതികളെയും ആശുപത്രി ചുമരുകൾക്കുള്ളിൽ നിന്നും പുറത്തെടുത്ത് സമൂഹത്തിനിടയിൽ എത്തിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യപ്രദവുമായ ഒരവസ്ഥ പ്രദാനം ചെയ്തതിൽ കേരളത്തിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ മേഖലയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ കീഴിൽ പ്രവർത്തനം നടന്നു വരുന്ന സംരംഭങ്ങളിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു സംരംഭമാണ് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മേഖല. നമ്മുടെ നാട്ടിലെ വേദന അനുഭവിക്കുന്ന അനേകായിരം കിടപ്പ് രോഗികൾക്ക് ഒരു സാന്ത്വന സ്പർശമായി കേരളത്തിലെ പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യ സമൂഹം ലോകമെമ്പാടും വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി 1950 തുടങ്ങി 76ാമത് വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷന്റെ റിയൽ പീപ്പിൾ റിയൽ ടോക്കിൽ അതിഥിയായി എത്തുന്നത് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവളായ ഒരു ഡോക്ടറാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 1998 35ാം ബാച്ചിൽ MBBS പാസ്സായി. ശേഷം ENTയിൽ സ്പെഷ്യലൈസ് ചെയ്ത് 2005 മുതൽ കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആതുര സേവനം നടത്തുന്ന ഒരു ജനകീയ ഡോക്ടർ. പ്രദേശത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഒപ്പം നടന്ന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തക. കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബിന്ദു പി. ആതുര സേവന രംഗത്ത് തനിക്കുള്ള 28 വർഷത്തെ പ്രവർത്തന പരിചയം മുൻനിർത്തി പാലിയേറ്റീവ് കെയറിനെ പറ്റി സവിസ്തരം സംസാരിക്കുന്നതിനായി ഈ സുദിനത്തിൽ ബിന്ദു മേഡം നമ്മോടൊന്നിച്ചുണ്ട്. ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷന്റെ റിയൽ പീപ്പിൾ റിയൽ ടോക്ക് എന്ന ടോക്ക് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.